ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി. വ്യക്തിപരമായിട്ടുള്ള ആക്രമണം നടത്തുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ആക്രമണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ എന്നിവയാണ്. ഇന്നിതാ ബി.ജെ.പി. ഇപ്പോൾ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഭരണഘടനയുടെ വാർഷികാഘോഷ ദിനമായ ഇന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധനം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അഭിസംബോധനം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി.ജെ.പി. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിൽ ആക്ഷേപവും പരിഹാസവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ രാഹുൽ ഗാന്ധി മറ്റുള്ള കോൺഗ്രസിന്റെ മല്ലികാർജുൻ ഖാർഗെ അടക്കം നരേന്ദ്രമോദി അടക്കം ദ്രൗപദി മുർമുവിനെ കൂപ്പുകൈകൊണ്ട് അഭിസംബോധനം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ അഭിസംബോധനം ചെയ്യാതെ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അഭിസംബോധനം ചെയ്യാത്തത് എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ ഇതിനെ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപത്തിന് ഉപയോഗിക്കുകയാണ് ബി.ജെ.പി. വാദ്ര ഗാന്ധി കുടുംബത്തിലെ ആളുകൾ എന്തുകൊണ്ടാണ് രാഷ്ട്രപതിയോട് ഇത്തരത്തിലുള്ള അസഹിഷ്ണുത പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ബി.ജെ.പിയുടെ പല നേതാക്കളും ചോദിക്കുന്നത്. സ്വന്തം രാജ്യത്തിലെ രാഷ്ട്രപതിയെ ബഹുമാനിക്കാത്ത ഒരാൾ എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ വരെ വിമർശനം ഉന്നയിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബി.ജെ.പി. നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി.ജെ.പി. ഇതിൽ കൂടെ കലർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ദ്രൗപദി മുർമു ഗോത്രവർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ്. അത്തരത്തിൽ ഗോത്രവർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളെ രാഹുൽ ഗാന്ധിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നതടക്കമുള്ള പ്രചരണമാണ് ബി.ജെ.പി. ഈ വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് നടത്തുന്നത്. അമിത് മാളവ്യ അടക്കം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. ഗോത്രവർഗത്തിൽ നിന്നുള്ള ആളുകളെ രാഹുൽ ഗാന്ധിക്ക് വെറുപ്പാണ് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോയ്ക്ക് താഴെ ദ്രൗപദി മുർമു പങ്കുവെച്ചത്, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് അമിത് മാളവ്യയ്ക്ക് പങ്കുവെച്ചത്, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് തലക്കെട്ടായി അമിത് മാളവ്യ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളടക്കം ഇപ്പോൾ വലിയ രീതിയിൽ ശക്തമാകുന്ന ഒരു സമയത്താണ് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളടക്കം ഈ അഭിസംബോധനം ചെയ്യാത്തതിന്റെ പേരിൽ ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Jay.